കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ്മ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രഞ്ജുവിന് റൂം കൊടുത്തേ മതിയാകുള്ളൂ. അങ്ങനെ അവസാനം രാധികാമ്മ പറഞ്ഞു, അതെ ഗസ്റ്റിനെയാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കണ്ടേ, അതുകൊണ്ട് രഞ്ജു എന്റെ മുറി എടുത്തോട്ടെ, ഞാൻ മുകളിലത്തെ റൂം പോയി കിടന്നോളാന്ന് പറയാം. ഈ സമയം കാഞ്ചന പറഞ്ഞു, അതെ രാധികാമ്മയെ അവിടെ പേ ഉണ്ടെന്ന് പറയണേ. എന്ത് പേ ഉണ്ടെങ്കിലും പിശാച്ചുണ്ടെങ്കിലും ഒന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കോളാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെ വേണം. അല്ലെങ്കിലും അമ്മയാണല്ലോ ഈ അറക്കൽ വീടിന്റെ കാർന്നോത്തി, അമ്മയാണല്ലോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ. കണ്ടോ, ഇങ്ങനെ വേണം. ഈ അമ്മയുടെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ അമ്മ ഇനിയും എടുക്കണമെന്ന് പറയണം. രാധികമ്മ തകർന്ന് തരിപ്പണമായി നിൽക്കുക. എന്തേലും പറയാൻ പറ്റുമോ? പിന്നീട് അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് വരുൺ വന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ? അമ്മ എന്തിനാ ഈ മുറിയിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞേ? അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കും. പിന്നെ അതെ, നിനക്കറിയാവോ ആ വീഡിയോസ് എങ്ങാനും അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അവള് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നമ്പരൊക്കെ ഇട്ട് ഗോവിന്ദന്റെ കാല് പിടിച്ചിട്ട് ആളിവിടെ നിൽക്കും. പക്ഷെ നിന്റെ കാര്യം എനിക്കറിയത്തില്ല, നീ എന്താ പറഞ്ഞിരിക്കുന്ന അറിയത്തില്ല. സത്യം പറ, നീ സുവർണയും കൂടെ ചേർന്നിട്ട് എന്താടാ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന ചോദിക്കുക. ഒരു നിമിഷം വരണൊന്ന് ഞെട്ടി. എന്താ പറയണ്ടേ? ചിലപ്പോ താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ ഈ വീട്ടിൽ നിന്ന് ആദ്യം ആട്ടി ഇറക്കും അമ്മ. അതറിയാൻ പാടില്ല. ഞാനൊന്നും പറഞ്ഞില്ലമ്മേ. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് എന്തോ ഒന്ന് വിളിച്ചു പറഞ്ഞ സുവർണയുമായിട്ട്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അങ്ങനെയാണല്ലോ അല്ലേ? എന്നാലും എനിക്കേ ആ വീഡിയോ ഒന്ന് കാണണം. ഗീതുവിന്റെ ഫോണിനകത്ത് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അവളോട് നീ ആ സംസാരിക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കാൻ പറയണം. എന്റെ ചേട്ടൻ വരും പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താമേ? ആവശ്യമുണ്ട്. ആ വീഡിയോ കിട്ടിയാലേ അറിയത്തുള്ളൂ നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചെന്നുള്ളേ. വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. രാധികാമ്മയ്ക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിശ്വാസം വന്നില്ല. ഈ സമയത്ത് കാഞ്ചന അങ്ങോട്ട് വരുന്നേ. രാധികാമ്മി എന്താടി? അതെ രഞ്ജുപാപ്പ വന്നിട്ടുണ്ട് ഈ മുറി താമസിക്കാനായിട്ടേ. രാധികാമാമി മുറിയിൽ നിന്ന് ഇറങ്ങുവായിരുന്നെങ്കിൽ ഉപകാരം ഉണ്ടായിരുന്നു പറയോ. വന്നവളോ, ഒന്ന് പൊക്കോ അവിടുന്ന്, ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയാം. ഈ സമയം വരുൺ എന്ത് ചെയ്യാണ്, രാധികയുടെ ബാഗൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് തള്ളിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ രഞ്ജുവും രേഖയും കൂടെ അങ്ങോട്ട് വരുന്ന കണ്ടു. അപ്പൊ രേഖ എന്ത് ചെയ്യുക, രഞ്ജുവിന്റെ ബാഗൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച കണ്ടും വരുൺ എന്ത് ചെയ്യുകയാണ്, രാധികാമ്മയുടെ ബാഗൊക്കെ അവിടെ ഇട്ടു ഓടിപ്പോയി രേഖയുടെ എന്ന ബാഗ് അങ്ങ് പിടിച്ചു വാങ്ങുവാണ്. അല്ല മോൾ എന്തിനാ ഇതൊക്കെ എടുക്കണം? ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ എടുത്തോണ്ട് വെക്കൂലെന്ന് ചോദിക്കാം. ഇത് രഞ്ജുവിന്റെ ബാഗ, ആരുടെ ബാഗാണെങ്കിലും അത് വെയിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറയാം. രേഖയ്ക്ക് ആ പാടെ അമ്പരപ്പായിരുന്നു. വരുണിന്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല. കാരണം രേഖേനെ കൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സ്വത്തുക്കളൊക്കെ രേഖയുടെ പേരിലാണ്. ഗീതുവിനെ ഗോവിന്ദനെ കയ്യിലെടുക്കണ രേഖയെ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോ അവളെ മണി അടിച്ചിട്ട് കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പൊ അമ്മേനെ നമ്പിയിട്ട് കാര്യമില്ല. അമ്മ മിക്കവാറും ആ വീഡിയോസ് അങ്ങനെ കണ്ടിട്ട് അതോടുകൂടി തീർന്നു. താൻ ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും. അതൊരു കാരണവശാലും പാടില്ല. എങ്ങനെയെങ്കിലും ആ വീഡിയോസ് ഒക്കെ കൈക്കലാക്കണം. അങ്ങനെ ഒരു ഗൂഢലക്ഷ്യം വരുണിന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. പിന്നീട് രേഖ പറഞ്ഞു, മോൾ ഇങ്ങടെ ബാഗ് തരാൻ പറയണം. പക്ഷെ രേഖ കൊടുത്തില്ല. വേണ്ട, എനിക്കിത് കൊണ്ടേ വെക്കാൻ അറിയാന്ന് പറയാം. ഈ സമയത്ത് വരുണ് സമ്മതിച്ചില്ല. പെട്ടെന്ന് രാധികാമ്മ ഓർക്കും, ഇവൻ എന്താ പെട്ടെന്നൊരു സ്നേഹം? അങ്ങനെ സ്നേഹം വരാൻ ഉള്ളതല്ലല്ലോ. എന്തോ കാര്യമായിട്ട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് അവന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പിന്നീട് കാഞ്ചന പറഞ്ഞു, അല്ല മാമി മോളത്തെ മുറിയിലേക്കാണോ പോകുന്നത്? അതെ എന്നാ? അല്ല അവിടെ പ്രേതം ഉണ്ടെന്ന് പറയണം. പ്രേതം ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പ്രേതത്തിൻ്റെ കൂടെ കിടന്നോളാം. അതിന് നീ എല്ലാം മുറി കിടക്കുന്ന ഞാനല്ലേ എന്ന് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, അല്ല രാധികാന്റിക്ക് പ്രേതത്തെ പേടിയൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം? എന്നാലും അച്ഛന്റെ അമ്മയുടെ പ്രേതമുണ്ട്. ഗോവൻ സാറിന്റെ അച്ഛന്റെ പ്രേതോ അമ്മയുടെ പ്രേതോ അല്ല അവിടെ ഉള്ളത്. ചിലപ്പോഴും അമ്മയുടെ പ്രേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സംഹാര താണ്ഡവാട റെഡിയായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് കേട്ടതും രാധികാമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അല്ല എന്താ ഇങ്ങനെയൊക്കെ നീ പറയണേ? അല്ല മാമി, അത് പിന്നെ വന്ന എന്താന്ന് വെച്ചാലേ അച്ഛന്റെ പ്രേതം കുഴപ്പമില്ല, പക്ഷെ അമ്മയുടെ പ്രേതം അങ്ങനെയല്ല. രാധികാമ്മ രണ്ടാമത് വട്ടം ഗോവിന്ദൻ മാമന്റെ അച്ഛനെ കല്യാണം കഴിച്ചല്ലോ. അപ്പൊ അത് ചിലപ്പോ ആദ്യ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ ആദ്യ ഭാര്യയ്ക്ക് രണ്ടാമത്തെ ഭാര്യയോട് ഇച്ചിരി അസൂയവും കുശുമ്പും ഒക്കെ തോന്നും. അങ്ങനെ വരുമ്പോഴേ ഭയങ്കര ദേഷ്യമായിരിക്കും. മിക്കവാറും രാധികാമാമനെ കൊല്ലാനും കൂടെ അവർ ശ്രമിക്കുമെന്ന് പറയാ. ഇത് കേട്ടും രാധിക ഇത് കാഞ്ചനെ നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? അവളുടെ ഒരു പ്രേതവും മനുഷ്യനെ സമാധാനം കളയാനായിട്ട്. അതെ,
പ്രേത പേടിയുള്ളതൊന്നും മുകളിലേക്ക് വരണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയണേ. വരും പറഞ്ഞു, അമ്മേ അമ്മ എന്തൊക്കെയാ പറയണേ. ഈ സമയം കാഞ്ചന പറഞ്ഞു, എന്നാ ഈ ബായും കൂടി എടുത്തോ വരണേട്ടാ, ബായും കൂടെ കൊണ്ടേ വെച്ചേക്കാൻ പറയണം. അത് നീ തന്നെ അങ്ങോട്ട് കൊണ്ടായാൽ മതി എന്നും പറഞ്ഞ് വരണ ബായിക തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് ഗീതവും ഗോവിന്ദും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് പറഞ്ഞു, പാവന്റെ രാധികാമ്മ കണ്ടില്ലേ, രഞ്ജുവിന്റെ അസുഖവിവരത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അവൾക്ക് മുറി കൊടുത്തിരിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ആഹാ അങ്ങനെയല്ലേന്ന് ചോദിക്കുക. അതെന്താ നീ അങ്ങനെ പറഞ്ഞ ആക്കിയൊരു വർത്താനം പറഞ്ഞു. അല്ല, രഞ്ജുവിനോട് ഇത്രമാത്രം സ്നേഹം രാധികാമ്മയ്ക്ക് ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയതാ. എന്താ അത്ര സ്നേഹമില്ല, നീ എന്താ കളിയാക്കിയതുപോലെ? ഒന്നുമില്ല, എന്തോ കാര്യമുണ്ടെന്ന് ഗോവിന്ദന് മനസ്സിലായി. അതെ, ഞാൻ കൊടുത്തിട്ടൊരു പണിയാന്ന് പറയുന്നത് രാധികാമ്മയ്ക്ക്. നീ കൊടുത്ത പണിയാ? അതെ. അതെന്താന്ന് തൊട്ടെ, രഞ്ജുവിനെ ആ മുറി കെട്ടി രാധികാമ്മയുടെ മുറി കയറ്റി കിടത്താൻ വേണ്ടി ഞാൻ ഒരു പണി കൊടുത്തായിരുന്നു. ആ പണി ഇപ്പൊ ഏറ്റുപോയതാന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദൻ, ആഹാ അപ്പൊ ഇതിന്റെ പുറകെ നീ അല്ലേന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ഞാൻ അല്ലാതെ പിന്നെ ആരാ? രാധികാമ്മയ്ക്കിട്ട് കുറെ നാളെ ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാണ് അതിന് പറ്റിയത്. ഇനിയും ഇങ്ങനെ പണികൾ കൊടുത്തോണ്ടായിരിക്കും. താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന പോലെ രാധികാമ്മ ഉണ്ടാക്കിയ കുഴിയല്ലേ, രാധികാമ്മ അതിനകത്ത് വീണ് കിടക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ കുഴപ്പം എന്നും പറഞ്ഞ് ഗീത് കൂളായിട്ട് അങ്ങോട്ട് പോവാണ്. കോന്തി ഇപ്പം ഈ സമയം മനസ്സിൽ പറഞ്ഞു, നീ ആള് കൊള്ളാലോടി എന്ന് പറയാണ്. പിന്നീട് രഞ്ജു മുറിയൊക്കെ മാറിയതിന് ശേഷം ബെഡേ വന്നിരിക്കുന്ന സമയത്താണ് ഫോൺ എടുത്ത് നോക്കിയത്. 12 മിസ്ഡ് കോള്. ദൈവമേ, ധ്യാനാണല്ലോ വിളിച്ചിരിക്കുന്നത്. ഇന്ന് തനിക്ക് പൊടി പൂരോ കോൾ എടുക്കാത്തതിന് ഇനി എന്ത് കാരണം പറയും? പിന്നീട് തിരിച്ചങ്ങോട്ട് വിളിക്കുകയാണ്. ഈ സമയം ധ്യാൻ ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. രഞ്ജുവിന്റെ കോള് വരുന്നുണ്ട്. രഞ്ജു, നീ ഇത് എവിടെ എന്തെടുക്കുമായിരുന്നു? എത്ര സമയം ഞാൻ വിളിക്കണേ? ആകപ്പാടെ മനുഷ്യന് സമനില തെറ്റിയെന്ന് പറയാം. ഇത് കേട്ടും, ഞാൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. നിനക്കിതിങ്ങനെയൊക്കെ പറയാം. എത്ര വട്ടം വിളിച്ചു, എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കോൾ എടുക്കാതിരിക്കില്ല, അത് മനുഷ്യന് സമാധാനമൊക്കെ ഉണ്ടാക്കുന്നത്. നിനക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലാതെ എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്തായിപ്പോയെന്ന് പറയാം. എന്തിനാ ധ്യാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സങ്കല്പേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ വല്ലയിടത്തും വല്ല തല ഇറങ്ങി വീണ് കിടക്കുവാന്ന് ഓർത്ത് കാണൂലേ? അങ്ങനെയൊന്നും ഇല്ലാന്നേ, എനിക്കിവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയും. അല്ല, എന്ത് പറ്റി ഈ സമയത്തൊരു വിളി? അതെ, ഞാൻ നാളെ ബാംഗ്ലൂർക്ക് ജോലിക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടും രഞ്ജുവിൽ ഒരു ഞെട്ടലുണ്ടായി. ബാംഗ്ലൂർക്ക് അതെന്താ? അല്ല, അത് പിന്നെ അവിടെ ഒരാഴ്ചത്തേക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ. അപ്പോഴാണ് രഞ്ജുവിന് ശരിക്കും സമാധാനം വന്നേ. എനിക്ക് അതിനു മുമ്പ് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. കാണാനാ? നല്ല കഥയായി. അതെ, ഇതൊരു കൂട്ടുകുടുംബം പോലെയുള്ള, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. ഗോവിന്ദനും ഗീതുവിനും മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. പക്ഷെ ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അറിയത്തില്ലല്ലോ. ഇനി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ള ആരെങ്കിലും കണ്ടാൽ അത് വല്ലാത്ത പ്രശ്നമാവില്ലേന്ന് ചോദിക്കാം. എന്നാലും ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ കോൾ വിളിക്കാന്ന് പറയാം. വീഡിയോ കോളോ എന്നും പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഫോൺ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ധ്യാനും വല്ലാത്തൊരവസ്ഥയായി. കാരണം അവളെ പോവായിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നു, കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. അവളെ കാണാതെ എങ്ങനെയാ പോകുന്നേ? ആ ഒരു ടെൻഷൻ ധ്യാനിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മുറി ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു ഷീറ്റൊക്കെ വിരിക്കാനായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ അങ്ങോട്ട് വരുന്നത്. ഈ സമയം ഗോവിന്ദിന്റെ ആലോചന കടുപ്പിച്ച് ചോദിച്ചാൽ, എന്താ ഗോവിന്ദോട്ട് ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയാം. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അല്ല ഞാൻ ഓർക്കുവരുന്നേ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ. എൻ്റെ അച്ഛൻ മരിക്കണ സമയത്ത് ഞാൻ ചെറുതാ. അത് മാത്രമല്ല പ്രിയമോളും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്നൊരവസ്ഥയിൽ എല്ലാ ജോലികളും ചെയ്തു. കുടുംബം പുലർത്തണമല്ലോ, ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അവിടുന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് ടി വി എത്തിയത്. അറിയാലോ, ചോർന്നിരിക്കാത്തൊരു വീട് വേണം, കയറി കിടക്കാനായിട്ട്. അങ്ങനെയൊക്കെ പല പല ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ അവസാനമെല്ലാം ആ ആഗ്രഹങ്ങളെല്ലാം അവസാനം അങ്ങനെ സാധിച്ചെടുത്തു. പക്ഷെ ഇതിനെല്ലാം കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ആരാന്നറിയാവോ? രാധികാമ്മയാന്ന് പറയാം. ഇത് കേട്ടവൻ ഗീത് പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന. പിന്നെ ഇതിന്റെ മാത്രം പ്രത്യേകത എന്താ ഇതിനകത്തുള്ളതെന്ന് ചോദിക്കാം. ഞാൻ ഇത് പറഞ്ഞ ചിലപ്പം ഗീതുവിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു പറയാം. ഗീത് പറഞ്ഞു, ഗോവിന്ദന് പറയാനുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എന്താണെങ്കിലും മനസ്സ് തുറന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേട്ടോളാന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് പതിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പൊട്ടിക്കരയുവാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഗീതുവിന് മനസ്സിലായി എന്തോ തന്നോട് പറയാനായിട്ട് എന്തോ മനസ്സിൽ കാര്യമുണ്ട്. അതാണ് ഇങ്ങനെ മുഖവരിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഒന്നും ഇതായിട്ടും പറഞ്ഞിട്ടുമില്ല. എന്ത് കാര്യമായിരിക്കും പോലും കണ്ണേട്ടൻ തന്നോട് പറയാനുള്ളത്. പിന്നീട് ഗീതു എന്നിട്ട് പറഞ്ഞു, എന്താ കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ കരയണേ? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, കരയുന്ന എന്തിനാന്ന് പറ. ഈ സമയം ഗോവെന്ന് പറഞ്ഞു, അല്ല രാധികാമ്മനെ പുറത്താക്കിയില്ലേ മുറിയുന്ന്, എനിക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോ ഗീതുവിന് പെരുത്ത് കയറി. തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയും, ആ ഒരു ചിന്തയായിരിക്കും മനസ്സിലുള്ളതെന്ന് ഓർത്തിരുന്നിട്ട് രാധികാമ്മനെ കുറിച്ചുള്ള ചിന്തകളാ.
മിണ്ടാതെ പൊക്കോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ത് പറഞ്ഞാലും രാധികാമ്മ. ഗോവിന്ദന് പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. പിന്നീട് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഗീത എന്ത് ചെയ്യാണ്, ആ ബെഡ്ഷീറ്റ് വിരിച്ചെല്ലാം കൂടെ എടുത്ത് തറയിലേക്ക് എറിഞ്ഞിട്ടും കൂടെയാണ് പോകുന്നത് ദേഷ്യപ്പെട്ടിട്ട്. അങ്ങനെ പുറത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വന്നു. അതെ, എന്നോട് പിണങ്ങിയോന്ന് ചോദിക്കാം. ഞാനെന്തിനു പിണങ്ങണേ? അല്ല, ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്ന എന്തിനാ? പിണങ്ങി മാറി നിൽക്കാതെ പിന്നെ. എനിക്കറിയാം രാധികാമ്മേനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലല്ലേ, ഇനി ഞാൻ പറയുന്നില്ല, സത്യമായിട്ട് പറയില്ല എന്ന് പറഞ്ഞ് ഗീതുവിന്റെ തല കൈ വെച്ചോട്ട് സത്യം ചെയ്യാൻ വരുവാണ്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, വേണ്ട വേണ്ട, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണ്ട. എന്റെ അമ്മയുടെ തലയിൽ അച്ഛൻ ഇങ്ങനെ കുറെ തവണ തലയെ തൊട്ട് സത്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഗോവിന്ദാണ് അത് ചെയ്യണ്ടെന്ന് പറയാ. പെട്ടെന്ന് ഗോവിന്ദന്റെ മുഖം അങ്ങോട്ട് മാറി. ഗീതുവിന് മനസ്സിലായി കാര്യം എന്താന്നുള്ളത്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അതെ സോറി കേട്ടോന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ലാന്ന് ഗീതു പറയാ. പിന്നീട് ഗീതു പറഞ്ഞു, ഞാനാണെങ്കിൽ കുറെ കാലം ഒരു കാര്യം മനസ്സിലിട്ട് പറയണം എന്ന് വിചാരിച്ചോണ്ട് നടക്കുന്നേ. ഇതുവരെയായിട്ടും ഗോവിന്ദനോട് എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം ഗോവിന്ദൻ എന്താ ഇപ്പൊ പറയാനൊന്നും പറ്റില്ല, അതിന് കുറച്ച് സമയവും സാഹചര്യവും ഒക്കെ വേണമെന്ന് പറയാം. എന്നാ ശരി, പിന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ഗോവിന്ദ് സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവാ. ഈ സമയം ഗീതു വിചാരിച്ചു, ഗോവിന്ദേട്ടൻ തന്നോട് ഇഷ്ടം കാണുമായിരിക്കോ, ഒരുപക്ഷെ താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയം പോലെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രമാത്രം ഇങ്ങനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമുണ്ട്, തന്നോട് ഇപ്പോഴും നല്ല സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഗോവിന്ദ് മുറിയിലേക്ക് എന്നിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കുക. കുറെ തവണ വിരിക്കാൻ നോക്കിട്ട് ഒരിടത്ത് വിരിച്ച് കഴിയുമ്പോൾ അടുത്തടുത്തേക്ക് അത് മാറിപ്പോവും. അത് ശരിയാകുന്നില്ല. അവസാനം ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് കയറി വരുന്നത്. ഗീതു കണ്ട് ഈ കാഴ്ച. ഗീതു വന്നിട്ട് പറഞ്ഞേ, അതെ ഒരു ബെഡ്ഷീറ്റ് വിളിക്കുന്ന അത്ര ആനകുതിര കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്ക് ക്ഷമയാണ് വേണ്ടതെന്ന് പറയാം. ക്ഷമ ആട്ടുസൂപ്പിന്റെ ബലം ചെയ്യുന്നല്ലേ പറയുന്നേ. അപ്പൊ നമ്മള് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അതെ നിന്റെ അത്ര വലിയ ക്ഷമയൊന്നും എനിക്കില്ല, നീയല്ലേ ക്ഷമയുടെ ആള്, നീ അങ്ങോട്ട് തന്നെ വിരിച്ചോളാൻ പറയാണ്. ഈ സമയത്ത് ഗീത എന്ത് ചെയ്യാണ്, ഷീറ്റൊക്കെ വിരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.